വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിക്ഷണറിയുടെ കൺസെപ്റ്റാണ്. ഡിക്ഷണറി പൈത്തൺ പ്രോഗ്രാം എന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റും ടപ്പിളിൻ്റെയും കൺസെപ്റ്റ് പഠിച്ചു. അതേപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പാണ് ഡിക്ഷണറി. ഇവിടെ ഡിക്ഷണറി എന്നുള്ള ഒരു വേർഡ് പോലെ തന്നെ ഇതിനകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയർ ആയിട്ടാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, സാധാരണ ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ ഇംഗ്ലീഷ് വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം വേർഡ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ പ്രോഗ്രാമിങ്ങിനകത്ത് ഓരോ കീക്കും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് ഡിക്ഷണറി. അതായത് കീ വാല്യൂ പെയർ ആയിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിക്കകത്തുള്ള എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യണം. അവിടെ കമ്പനിക്കകത്തുള്ള എംപ്ലോയീസിന് ഓരോ എംപ്ലോയിക്കും ആ എംപ്ലോയീൻ്റെ ID നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു എംപ്ലോയി IDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എംപ്ലോയിയുടെ നെയിം, ഡെസിഗ്നേഷന്, അതുപോലെ ഏത് മാനേജർ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്, അയാളുടെ സാലറി എത്രയാണ്, ഇതുപോലുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു കറസ്പോണ്ടിങ് എംപ്ലോയി ID അല്ലെങ്കിൽ ആ എംപ്ലോയി IDക്ക് കീഴിലായിട്ട് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓരോ എംപ്ലോയിക്കും ഓരോ ID പ്രൊവൈഡ് ചെയ്യാം. ആ IDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ എംപ്ലോയി ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ഡിക്ഷണറിക്കകത്ത് ഒരു കീ ഉണ്ടായിരിക്കും. ഇവിടെ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത് എംപ്ലോയി ID ആണ്. then അതിന് കറസ്പോണ്ടിങ് വാല്യൂ. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൻ്റെ കേസിൽ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് എംപ്ലോയി ഒബ്ജക്റ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് റോൾ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ റോൾ നമ്പർ ഒരു കീ ആയിട്ട് യൂസ് ചെയ്യാം. then അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉണ്ടായിരിക്കും, അതായത് ആ കുട്ടിയുടെ റോൾ നമ്പർ. ദെൻ നെയിം എന്നുള്ളൊരു കീ, then അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഉണ്ടാകും. അങ്ങനെയും വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഓരോ എക്സാമ്പിൾസ് ആണ്. ഇതെങ്ങനെയാണ് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ ഒരു ഡിക്ഷണറിക്കകത്തോട്ട് പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാം, ഈ വക ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിൻ്റെ കൺസെപ്റ്റും കൂടിയും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നേരെ സ്ലൈഡിലോട്ട് കിടക്കാം. Dictionaries are similar to other compound data type except that here it can use any immutable type as an index. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റിൻ്റെയും ടപ്പിളിൻ്റെയും കൺസെപ്റ്റ് പഠിച്ചു. അവിടെ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് 0ഉം 1ഉം 2ഉം പോലുള്ള ഇൻറ്റിജർ വാല്യൂസ് ആയിരുന്നു. അതായത് ലിസ്റ്റിനകത്ത് 0th ഇൻഡെക്സിൽ ഫസ്റ്റ് വാല്യൂ സ്റ്റോർ ചെയ്യും, ഇൻഡെക്സ് 1നകത്ത് സെക്കൻഡ് വാല്യൂ സ്റ്റോർ ചെയ്യും, ഇൻഡെക്സ് 2നകത്ത് തേർഡ് വാല്യൂ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരു ഓർഡേർഡ് കളക്ഷൻ ആയിട്ടാണ് ലിസ്റ്റ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഡിക്ഷണറിക്കകത്ത് നിങ്ങൾക്ക് ഇൻഡെക്സ് ആയിട്ട് എന്ത് ഇമ്മ്യൂട്ടബിൾ ടൈപ്പ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അത് 0ഉം 1ഉം 2ഉം ആവണം നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ഡിക്ഷണറി, ഒരു empty ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നിങ്ങൾ ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കണം. ദെൻ ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. ടപ്പിളിൻ്റെ കേസിൽ പരാന്തീസിസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഡിക്ഷണറിയുടെ കേസിൽ കേളി ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. ഇനി ഡിക്ഷണറിക്കകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾ ഇൻഡെക്സ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിക്ഷണറിയുടെ പേര് ഇംഗ്ലീഷ് ടു ML അല്ലെങ്കിൽ ENG ടു ML എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ടു മലയാളം എന്നുള്ളൊരു ഫോർ എക്സാമ്പിൾ ഒരു ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കരുതുക. സോ ENG ടു ML ഓഫ് 1, അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ 1 എന്നുള്ളൊരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇൻഡെക്സ് വാല്യൂ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 0, 1, 2, 3 ആണ് ഇൻറ്റിജർ വാല്യൂസും വേണമെങ്കിൽ കൊടുക്കാം, തെറ്റൊന്നുമില്ല. സോ ENG ടു ML ഓഫ് 1 ഈക്വൽ ടു 1, ENG ടു ML ഓഫ് 2 ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ടു ML എന്നുള്ള ഈ ഒരു ഡിക്ഷണറിക്കകത്ത് നമ്മൾ 2 വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വാല്യൂൻ്റെ ഇൻഡെക്സ് 1 ആണ്, സെക്കൻഡ് വാല്യൂൻ്റെ ഇൻഡെക്സ് 2 ആണ്. ഇവിടെ കീ വാല്യൂ പെയർ ആയിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ഡിക്ഷണറിക്കകത്ത് കീ വാല്യൂ പെയർ ആയിട്ട് നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇംഗ്ലീഷ് വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മലയാളം വേർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ കീ വാല്യൂ പെയർ ആയിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡാണ്, വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് മീനിങ് ആണ്. ഇതേ മെത്തേഡിൽ തന്നെയാണ് പൈത്തൺ പ്രോഗ്രാമിനകത്ത് ഡിക്ഷണറിയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക: 1:1, അതായത് കീ: വാല്യൂ,
സെക്കൻഡ് കീ കോളൻ വാല്യൂ. അങ്ങനെ കീ വാല്യൂ പെയറായിട്ടാണ് വാല്യൂസ് ഡിക്ഷണറിക്കകത്ത് സ്റ്റോർ ചെയ്യുക. Or we can create it as English to ML equal to 1:1, then second index colon 2, third index colon 3. ഇങ്ങനെ എത്ര വാല്യൂസ് വേണമെങ്കിലും ഒരു ഡിക്ഷണറിക്കകത്ത് സ്റ്റോർ ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾ ഈ ഡിക്ഷണറി പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു ഓർഡറിൽ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത അതേ ഓർഡറിൽ തന്നെ കിട്ടിക്കോളുന്ന നിർബന്ധമൊന്നുമില്ല. അത് ഡിസോർഡർ ആയിട്ടാവും കിട്ടിയിട്ടുണ്ടാവുക. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും അത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടെ ഇൻഡെക്സ് അത് ഒരു ഇൻഡെക്സിന് കറസ്പോണ്ടിങ് വാല്യൂലോട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറില്ല. അപ്പോൾ ഇവിടെ 1:1 എന്ന് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് 3:3 എന്നാണ് വന്നിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ടാണ് 2:2 വന്നിട്ടുള്ളത്. അത് ഓരോ എക്സിക്യൂഷനിലും ഓരോ കമ്പ്യൂട്ടറിനനുസരിച്ച് അത് മാറും. അപ്പോൾ ഇവിടെ കീ വാല്യൂ പെയറായിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. ഒരു കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരു ഡിക്ഷണറിക്കകത്ത് ഒരേ പേരിലുള്ള കീസ് ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല. അത് അറ്റ്ലീസ്റ്റ് അത് ഒരു കീയെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ 1 എന്നുള്ള കീ ഒന്നേ ഉള്ളൂ. ഇതേപോലെ 1 എന്നുള്ള കീ വേറൊരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി എനിക്കൊരു കറസ്പോണ്ടിങ് വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡിക്ഷണറിക്കകത്തുള്ള ഒരു വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൽ നിങ്ങൾ ആ കീ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിക്കകത്ത് നിന്ന് ഒരു ഇംഗ്ലീഷ് വേർഡിൻ്റെ മീനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇംഗ്ലീഷ് വേർഡാണ് സെർച്ച് ചെയ്യുക, അല്ലാതെ വാല്യൂ അല്ല സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ അതിൻ്റെ കീ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ഡിക്ഷണറിയുടെ മേലെ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്പറേറ്ററാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനാണ് ഡിലീഷൻ. അതായത് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ എലമെന്റ് ഡിക്ഷണറിക്കകത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ വേർഡ് നിങ്ങൾക്ക് ഡിക്ഷണറിക്കകത്ത് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് DEL എന്നുള്ളൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ലിസ്റ്റിനകത്ത് DEL ഫംഗ്ഷൻ പഠിച്ചു, അതേ യൂസേജ് തന്നെയാണ് ഇവിടെയും പറയുന്നത്, DEL ഫംഗ്ഷൻ. അതായത് ഒരു പർട്ടിക്കുലർ എലമെന്റിനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DEL ദെൻ ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുക, ഓർ കീ പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റോക്ക് എന്നുള്ളൊരു ഡിക്ഷണറി ഉണ്ട്, അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്. ആപ്പിൾസ് 430, ബനാനാസ് 312, ഓറഞ്ചസ് 525, പിയേഴ്സ് 217. ഇനി നമ്മൾ ആ ഡിക്ഷണറിയോട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇതിനകത്ത് നിന്ന് ഒരു ഐറ്റം കംപ്ലീറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ബയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്റ്റോക്ക് അവിടെ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ആ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് DEL ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ DEL സ്റ്റോക്ക് ഓഫ് പിയേഴ്സ്. പിന്നെ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് എന്നുള്ള ഡിക്ഷണറി പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും. അതായത് പിയേഴ്സ് എന്നുള്ള ഒരു എൻട്രി അതിൽ നിന്ന് പോകും. ഇനി അതെല്ലാം നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി 0 ആക്കി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് മെത്തേഡ്, സ്റ്റോക്ക് ഓഫ് പിയേഴ്സ് ഈക്വൽ ടു 0. സോ പിയേഴ്സ് ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഇതേപോലെ തന്നെ നമ്മൾ ലിസ്റ്റിനകത്ത് LEN ഫംഗ്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ സ്ട്രിങ്ങിനകത്തും LEN ഫംഗ്ഷൻ പഠിച്ചു. ഡിക്ഷണറിയിലും LEN ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ഡിക്ഷണറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് LEN ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ LEN ഓഫ് സ്റ്റോക്ക് വിൽ റിട്ടേൺ 4, കാരണം ഇതിനകത്ത് 4 ഐറ്റംസ് ആണുള്ളത്. അതായത് ഇവിടെ ഒരു കീ വാല്യൂ പെയർ എന്നാൽ ഇതൊരു ഐറ്റം ആണ്. ഓക്കെ, അങ്ങനെ 4 ഐറ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിക്ഷണറിക്കകത്ത് പെർഫോം ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ വി ഹാവ് എ ഡിക്ഷണറി D ഈക്വൽ ടു റോൾ 1, ഏജ് 21, മാർക്ക് 45. ഇവിടെ എല്ലാ കീസും സ്ട്രിംഗ് ടൈപ്പ് ആണ്, സിംഗിൾ കോട്ടിനകത്താണ് കൊടുത്തിട്ടുള്ളത്. വാല്യൂസ് എല്ലാം ഇൻറ്റിജർ വാല്യൂസ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, റോൾ നമ്പർ, ഏജ്, മാർക്ക്. ഇനി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കീസും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക, ദെൻ കീസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഇറ്റ് വിൽ റിട്ടേൺ ഓൾ ദ കീസ് in that dictionary. So a view object is returned that displays all the keys. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും, dict underscore keys of റോള്, ഏജ്, മാർക്ക്. അതായത് ഡിക്ഷണറിക്കകത്ത് വരുന്ന കീസ് ഏതൊക്കെയാണ്? റോള്, ഏജ്, മാർക്ക്. വാല്യൂസ് ആണ് 1, 21, 45. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ലിസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ലിസ്റ്റ് ഓഫ് d.keys എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ കീസ്. ഇനി ഇതിനകത്തുള്ള വാല്യൂസ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് d dot values എന്നുള്ള മെത്തേഡ് അവൈലബിൾ ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ 1, 21, 45. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഓരോ ഐറ്റംസും അതിൻ്റെ കീ വാല്യൂ പെയർ ആയിട്ട് കിട്ടണം, അതായത് ഒരു കീ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐറ്റംസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, d dot items. സോ ഇറ്റ് വിൽ റിട്ടേൺ എ ലിസ്റ്റ് ഓഫ് ടപ്പിൾസ്, അതായത് ഇതോരോ ടപ്പിളാണ്, റോൾ 1, ഏജ് 21, മാർക്ക് 45. സോ ഇതൊക്കെ ഓരോ ടപ്പിളാണ്. സോ അതിൻ്റെ ഒരു കളക്ഷൻ, ഒരു ലിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഒരു ലിസ്റ്റ് ഓഫ് ടപ്പിളായിട്ടാണ് ഇവിടെ വാല്യൂസ് വരിക. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഗെറ്റ് മെത്തേഡ്. സോ d dot get of age എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പർട്ടിക്കുലർ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് ഫംഗ്ഷൻ. സോ d dot get of age. സോ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദി ഏജ് ഐറ്റം, അതായത് ഏജ് എന്നുള്ള ഐറ്റത്തിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് d dot get of age. So it will return 21, or you can use it as d of age. d സ്ക്വയർ ബ്രാക്കറ്റിൽ ഏജ് എന്ന് കൊടുത്താലും നിങ്ങൾക്ക് 21 കിട്ടും. Then d dot update method. So it updates the dictionary with the specified key value pairs. അതായത് ഒരു പർട്ടിക്കുലർ കീ വാല്യൂ പെയർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ d dot update of sem s1. ഈ അപ്ഡേറ്റിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് അങ്ങനെ ഒരു കീ വാല്യൂ പെയർ ആ ഡിക്ഷണറിക്കകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐറ്റം അവിടെ എൻ്റർ ചെയ്യും. അത് അവൈലബിൾ ആണെങ്കിൽ, സെം എന്നുള്ളൊരു ഐറ്റം അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം നേരത്തെ കേസിൽ നമുക്ക് റോൾ നമ്പറും ഏജും മാർക്കും മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ d dot update of sem s1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ sem എന്നുള്ള ഒരു കീ വാല്യൂ, sem എന്നുള്ളൊരു കീ കയറി വരും, അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് s1 കയറി വരും. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ് പോപ്പ് ഫംഗ്ഷൻ. ഒരു പർട്ടിക്കുലർ ഐറ്റം പോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പോപ്പ് മെത്തേഡ്. സോ d dot pop of sem. സോ ഇറ്റ് വിൽ പോപ്പ് ദ sem ഐറ്റം. ഈ ഒരു ഐറ്റത്തെ പോപ്പ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ, റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ റിമൂവ് sem ഫ്രം ദി ഡിക്ഷണറി. ഇതേപോലെ തന്നെ പോപ്പ് ഐറ്റം എന്നുള്ള മെത്തേഡ് ഉണ്ട്, പോപ്പ് ഐറ്റം, റിമൂവ് ലാസ്റ്റ് ഇൻസെർട്ടഡ് ഐറ്റം ഫ്രം ദി ഡിക്ഷണറി. അപ്പോൾ ഈ ഒരു ഡിക്ഷണറിക്കകത്ത് ലാസ്റ്റ് ഇൻസെർട്ടഡ് ഐറ്റം മാർക്ക് എന്നുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുക. ദെൻ d dot clear എന്നുള്ള മെത്തേഡ് ഉണ്ട്, അതായത് ആ ഡിക്ഷണറിക്കകത്തുള്ള കംപ്ലീറ്റ് എലമെന്റും റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്ലിയർ മെത്തേഡ്. അതായത് നിങ്ങൾ ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക, ദെൻ ക്ലിയർ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. The next topic, aliasing and copying. ഇത് ഈ വേർഡ് പോലെ തന്നെ ഇതിൻ്റെ യൂസേജ് വരുന്നത്. ഏലിയാസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റത്തിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്ന മെത്തേഡാണ് ഏലിയാസിംഗ്. സാധാരണ നിങ്ങൾ ഒരു നാട്ടിലൊരാളെ പേര് ഏലിയാസ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടാറുണ്ട്. ഒരാളെ പേരിന് തന്നെ ഏലിയാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേരിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതേപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിനെ വേറൊരു പേരിൽ നിങ്ങൾക്ക് അറിയപ്പെടാം. അപ്പോൾ ആ ഒരു ഡിക്ഷണറിക്കകത്ത് നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾ രണ്ടാമത്തെ ഏലിയാസ് ഒബ്ജക്റ്റിനകത്തും ആ കറസ്പോണ്ടിങ് ചേഞ്ച് വരും. കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ക്ലോൺ ക്രിയേറ്റ് ചെയ്യാണ്, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വേറൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കോപ്പിയിങ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. ഏലിയാസിങ്ങും കോപ്പിയും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഏലിയാസിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ഒബ്ജക്റ്റിനെ രണ്ട് പേര് വെച്ച് അറിയപ്പെടുന്ന പേരാണ്, നെയിമാണ് ഏലിയാസിങ്. കോപ്പിയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സാക്ട് റെപ്ലിക്ക വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോപ്പിയിങ് മെത്തേഡ്. സോ വെനെവർ ടു വേരിയബിൾസ് റെഫർ ടു ദി സെയിം ഒബ്ജക്റ്റ് ചേഞ്ചസ് ടു വൺ അഫക്ട് ദി അതർ. ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഓപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ്സ്, അതിനകത്ത് അപ്പ് എന്നുള്ള കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡൗൺ എന്നുള്ള വാല്യൂ ഉണ്ട്, റൈറ്റ് എന്നുള്ള കീക്ക് റോങ് എന്നുള്ള വാല്യൂ ഉണ്ട്, ട്രൂ എന്നുള്ള കീക്ക് ഫാൾസ് എന്നുള്ള വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ ഏലിയാസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്സ്, ഇവിടെ ഏലിയാസ് എന്നുള്ളതൊരു വേരിയബിളിൻ്റെ പേരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏലിയാസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓപ്പോസിറ്റ്സ് എന്നുള്ളൊരു ഡിക്ഷണറിയാണ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ്സ് എന്നുള്ള ഡിക്ഷണറിയുടെ ഒരു റെഫറൻസ് ആണ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. അതായത് സി പ്രോഗ്രാമിനകത്ത് പോയിന്ററിൻ്റെ കൺസെപ്റ്റ് പോലെ തന്നെ, അതായത് ഈ ഓപ്പോസിറ്റ് എന്നുള്ള ഡിക്ഷണറിൻ്റെ വേറെ പേരിൽ അറിയപ്പെടും ഏലിയാസ്. ഈ ഏലിയാസ് എന്നുള്ള ഡിക്ഷണറിക്കകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ that will also affect in opposites, അതായത് ഈ ഒരു ഡിക്ഷണറിക്കകത്തും അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് വരും. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് എന്നുള്ള ഡിക്ഷണറിൻ്റെ വേറൊരു പേരിലാണ് നമ്മളിവിടെ ഏലിയാസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇതേപോലെ ഈ ഓപ്പോസിറ്റ് എന്നുള്ള ഡിക്ഷണറിയുടെ വേറൊരു എക്സാക്ട് റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കോപ്പി മെത്തേഡ്. ഇതും ഡിക്ഷണറിക്കകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് കോപ്പി.
അതായത് ഓപ്പോസിറ്റ്സ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് എന്നുള്ള ഡിക്ഷണറിയുടെ വേറൊരു എക്സാക്ട് കോപ്പി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസിൽ രണ്ട് ഡിക്ഷണറി ക്രിയേറ്റ് ആയി. ഒന്ന് കോപ്പി എന്ന് പേരുള്ള ഡിക്ഷണറിയും സെക്കൻഡ് വണ് ഓപ്പോസിറ്റ്സ് എന്ന് പേരുള്ള ഡിക്ഷണറിയും. ഈ ഓപ്പോസിറ്റ്സ് എന്ന് പേരുള്ള ഡിക്ഷണറിനെ ഏലിയാസ് എന്നുള്ള പേരിലും അറിയപ്പെട്ടു. അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഈ ഒരു കേസിൽ ഏലിയാസ് ഓഫ് റൈറ്റ് ഈക്വൽ ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ alias of right equal to left എന്ന് പറഞ്ഞാൽ it is equivalent to opposites of right equal to left. സോ നിങ്ങൾ ഓപ്പോസിറ്റ്സ് ഓഫ് റൈറ്റ് എന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലെഫ്റ്റ്. കാരണം ഏലിയാസിനകത്ത് നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾസോ എഫക്ട് ഇൻ ഓപ്പോസിറ്റ്സ്. സപ്പോസ് നിങ്ങൾ കോപ്പി എന്നുള്ള ഡിക്ഷണറിക്കകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ കോപ്പി ഓഫ് റൈറ്റ് ഈക്വൽ ടു പ്രിവിലേജ് എന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പോസിറ്റ്സ് ഓഫ് റൈറ്റ് പ്രിന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് തന്നെ ആവും കിടക്കുന്നുണ്ടാവും. കാരണം കോപ്പി എന്നുള്ളത് വേറൊരു എക്സാക്ട് റെപ്ലിക്കയാണ്. അടുത്തത് സെറ്റിന്റെ കൺസെപ്റ്റ് ആണ്. സെറ്റ് സാധാരണ മാത്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് അൺഓർഡർഡ് ആയിട്ടാണ്. അതായത് ഇവിടെ ഇൻഡെക്സിംഗ് ഒന്നുമില്ല. ദാറ്റ് ഈസ് എ സെറ്റ് ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് അൺഓർഡേർഡ്, അൺചേഞ്ചബിൾ ആൻഡ് അൺഇൻഡെക്സ്ഡ്. അതായത് ഇവിടെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ഓർഡർ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ലിസ്റ്റിന്റെയും ടപ്പിളിന്റെയും സ്ട്രിങ്ങിന്റെയും അല്ലെങ്കിൽ ഡിക്ഷണറിയുടെ കേസിലൊക്കെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഒരു ഓർഡർ ഉണ്ട്. അതായത് ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു കീ യൂസ് ചെയ്തിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ കീയും ഇൻഡെക്സും കാര്യങ്ങളൊന്നുമില്ല. വാല്യൂസ് ഒരു സെറ്റിനകത്ത് കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് അൺചേഞ്ചബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ. നമ്മൾ സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്, ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്. വെറാസ് ലിസ്റ്റ് ആൻഡ് ഡിക്ഷണറീസ് ആർ മ്യൂട്ടബിൾ. നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹിയർ ഓൾസോ സെറ്റ്സ് ആർ ഓൾസോ ഇമ്മ്യൂട്ടബിൾ. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സെറ്റിനകത്തുള്ള വാല്യൂ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് അൺഇൻഡെക്സ്ഡ്. സോ സെറ്റ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ ഐറ്റംസ് ഇൻ എ സിംഗിൾ വേരിയബിൾ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദിസ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിന്റെ ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. ഇവിടെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ കേളി ബ്രാക്കറ്റിനെയാണ് യൂസ് ചെയ്യുക. ഡിക്ഷണറിക്ക് യൂസ് ചെയ്ത പോലെ തന്നെ കേളി ബ്രാക്കറ്റിനെയാണ് സെറ്റിനും യൂസ് ചെയ്യുക. സോ ദിസ് സെറ്റ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. ഇവിടെ ഇൻഡെക്സ് ഒന്നുമില്ല, വെറുതെ കുറച്ച് വാല്യൂസ് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആ സെറ്റിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ സെറ്റ്സ് ആർ അൺഓർഡേർഡ്. സോ യു കനോട്ട് ബി ഷുവർ ഇൻ വിച്ച് ഓർഡർ ദ ഐറ്റംസ് വിൽ അപ്പിയർ. അപ്പോൾ നിങ്ങൾക്കൊരു സെറ്റിനകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഓർഡറിൽ അപ്പിയർ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സെറ്റ്സ് കനോട്ട് ഹാവ് ടു ഐറ്റംസ് വിത്ത് ദി സെയിം നെയിം. അതായത് ഒരു സെറ്റിനകത്ത് ഒരേ പേരുള്ള ഒന്നിൽ കൂടുതൽ ഐറ്റം വരാൻ പാടില്ല. ഈ ഒരു എക്സാമ്പിളിനകത്ത് എസ് എന്നുള്ളൊരു സെറ്റ് ദാറ്റ്സ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി, ആപ്പിൾ. ഇവിടെ ആപ്പിൾ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ആപ്പിൾ എന്നുള്ള വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ സെറ്റ് പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു ആപ്പിൾ മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. അതായത് ആക്ച്വലി ഇതിനകത്ത് ഒരു സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല, വാല്യൂസ് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. ഹിയർ ഓൾസോ വി ഹാവ് ദ എല്ലിയൻ മെത്തേഡ്. സാധാരണ നമ്മൾ സ്ട്രിങ്ങിലും ലിസ്റ്റിലൊക്കെ പഠിച്ച പോലെ തന്നെ ഡിക്ഷണറിയിലൊക്കെ പഠിച്ച പോലെ തന്നെ ഇവിടെയും എല്ലിയൻ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലിയൻ മെത്തേഡ് റിട്ടേൺ ചെയ്യുക, അതിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ സെറ്റിനകത്ത് 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടി ഇതിനകത്ത് ഒരു വാല്യൂ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി 3. എല്ലിയൻ ഓഫ് എസ് വിൽ ഔട്ട്പുട്ട് 3. So set items can be of any data type or can contain different data types, string, int, boolean data types. നിങ്ങൾക്ക് ഒരു സെറ്റിനകത്ത് എന്ത് ടൈപ്പ് ഡാറ്റ ടൈപ്പ് വാല്യൂസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിലൊരു മിക്സ് ആയിട്ടും നിങ്ങൾക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സെറ്റ് 1-നകത്ത് ആപ്പിൾ, ബനാന, ചെറി എന്ന് പറഞ്ഞിട്ട് 3 സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സെറ്റ് 2-നകത്ത് സെറ്റ് ഓഫ് ഇൻറ്റിജർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സെറ്റ് 3-കകത്ത് ബൂളിയൻ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ട്രൂ, ഫോൾസ്, ഫോൾസ് എന്നുള്ള വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സെറ്റ് 4-നകത്ത് ഇതിൻ്റെ എല്ലാത്തിനും കൂടി ഒരു മിക്സ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റിനകത്ത് പല ടൈപ്പിലുള്ള വാല്യൂസ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സെറ്റിനകത്ത് സെറ്റ് എന്നുള്ളൊരു കൺസ്ട്രക്ടർ അവൈലബിൾ ആണ്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ സെറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടർ ആണ് സെറ്റ് ഓഫ്. ആക്ച്വലി ദിസ് ഈസ് എ മെത്തേഡ്, ഒരു മെത്തേഡാണത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആർഗ്യുമെന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആ സെറ്റിനകത്ത് എന്തെല്ലാം വാല്യൂസ് വരണോ ആ വാല്യൂസ് ഒക്കെ നിങ്ങൾ കോമ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ടപ്പിൾ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് സെറ്റ് ഓഫ് ബ്രാക്കറ്റിൽ ഒരു ടപ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ആപ്പിൾ, ബനാന, ചെറി എന്നുള്ളൊരു ടപ്പിൾ. ഇത് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഫോം ചെയ്യാൻ പറ്റും. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ദിസ് ടപ്പിൾ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം.
ഇനി നിങ്ങൾ ആ സെറ്റ് പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ഒരു സെറ്റാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ട്രിങ്ങിനും ലിസ്റ്റിലൊക്കെ പഠിച്ച പോലെ തന്നെ സെറ്റിനകത്തും നിങ്ങൾക്ക് ഇൻ കീവേഡ് അല്ലെങ്കിൽ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു സെറ്റിന് നിങ്ങൾക്ക് ഐട്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ സെറ്റിലുള്ള ഓരോ പൊസിഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് 1 ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. 3 എലമെൻ്റാണ് ഈ സെറ്റിനകത്ത് വരുന്നത്. നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാണ്. ഫോർ എക്സ് ഇൻ സെറ്റ് 1. അതിൻ്റെ മീനിങ് സെറ്റ് 1 എന്നുള്ളത് നമ്മുടെ സെറ്റാണ്, ഇതൊരു ലൂപ്പാണ്. ഓരോ ലൂപ്പ് ഐട്രേഷനിലും ഈ സെറ്റിനകത്ത് നിന്ന് ഓരോ എലമെന്റ് എടുക്കും, ആ എലമെന്റിന് എക്സ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യും. സോ ഫസ്റ്റ് ഐട്രേഷനിൽ ഈ എക്സിനകത്തോട്ട് വരിക ആപ്പിൾ ആയിരിക്കും വരിക, ദെൻ ആ ആപ്പിളിലൂടെ പ്രിന്റ് ചെയ്തു. അടുത്ത ഐട്രേഷനിൽ എക്സിനകത്തോട്ട് വരിക ബനാന ആയിരിക്കും വരിക, അത് പ്രിന്റ് ചെയ്തു. അടുത്ത ഐട്രേഷനിൽ ചെറി ആയിരിക്കും വരിക, ആ ചെറി പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻ കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു സെറ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സെറ്റിനകത്തോട്ട് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ആഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഐറ്റം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് നിങ്ങൾക്ക് വേറൊരു സെറ്റിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള അല്ലെങ്കിൽ ഒരു സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എലമെന്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പകരം നിങ്ങൾക്ക് പുതുതായിട്ടൊരു എലമെന്റിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ സെറ്റ് 1 ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. സെറ്റ് 1 ഡോട്ട് ആഡ് ഓഫ് ഓറഞ്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിനകത്തോട്ട് ഓറഞ്ച് എന്നുള്ള ഐറ്റത്തിനെ പുതുതായിട്ട് ആഡ് ചെയ്യും. ഇതുപോലെ തന്നെ സെറ്റിനകത്തുള്ള വേറൊരു മെത്തേഡാണ് അപ്ഡേറ്റ് മെത്തേഡ്. നിങ്ങൾക്ക് ഒരു സെറ്റിനുള്ള എലമെന്റുകളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു സെറ്റിനെ വേറൊരു സെറ്റ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ സെറ്റ് 1 ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി, ആൻഡ് വി ഹാവ് ടി ഈക്വൽ ടു അനദർ സെറ്റ് പൈനാപ്പിൾ, മാംഗോ, പപ്പായ. ദെൻ സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് 1 ആണ് അപ്ഡേറ്റ് ആവുക. ഈ സെറ്റ് 1-നകത്തോട്ട് ടി എന്നുള്ള സെറ്റിനകത്തുള്ള കംപ്ലീറ്റ് എലമെന്റും ഇതിലോട്ട് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇൻ എഫക്റ്റ് സെറ്റ് 1-നകത്ത് 6 എലമെന്റ്സ് ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനെ ഒരു സെറ്റിനെ വേറെ സെറ്റിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെക്കൻഡ് സെറ്റ് ഇത് സെറ്റായിട്ട് തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടപ്പിളും കൊടുക്കാം. So the object in the update method does not have to be a set. It can be any iterable object, for example tuples, list, dictionaries, etc. So in this case we have an example. Set 1 equal to apple, banana, cherry. 3 element ആണ് ഈ സെറ്റിനകത്ത് വന്നിട്ടുള്ളത്. My list equal to kiwi, orange. ഇവിടെ ഒരു ലിസ്റ്റ് ആണ് സെക്കൻഡ് എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഡാറ്റ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലിസ്റ്റ് എന്നുള്ളൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനകത്തുള്ള എലമെന്റുകളെ ഈ സെറ്റ് 1-നകത്തോട്ട് അപ്ഡേറ്റ് ചെയ്യണം. സോ ഇൻ എഫക്റ്റ് സെറ്റ് 1-നകത്ത് 5 എലമെന്റ് ആയിരിക്കും വരിക. ബനാന, ചെറി, ആപ്പിൾ, ഓറഞ്ച്, കിവി. ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും, ഇവിടെ ഈ എലമെന്റ് അൺഓർഡേഡ് ആണ്. അതായത് എലമെന്റുകൾ പ്രിന്റ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമുള്ള ഓർഡറിൽ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഒരു ഐറ്റം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിനകത്ത് ഒരു പർട്ടിക്കുലർ ഐറ്റം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് എന്നുള്ള മെത്തേഡ് അവൈലബിൾ ആണ്. ഓർ ഡിസ്കാർഡ് മെത്തേഡ് ഈസ് ഓൾസോ അവൈലബിൾ. ഇവിടെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ഐറ്റം ടു റിമൂവ് ഡസ് നോട്ട് എക്സിസ്റ്റ്, റിമൂവ് വിൽ റേസ് ആൻ എറർ, ഡിസ്കാർഡ് വിൽ നോട്ട് റേസ് ആൻ എറർ. ഇവിടെ നിങ്ങൾ റിമൂവ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ നോക്കുകയാണ് ആൻഡ് ദാറ്റ് ഐറ്റം ഈസ് നോട്ട് പ്രസന്റ് ഫോർ എക്സാമ്പിൾ. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ റേസ് ആൻ എറർ. അതായത് ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും, ഒരു എറർ മെസ്സേജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഡിസ്കാർഡ് മെത്തേഡ് വിൽ നോട്ട് റേസ് ആൻ എറർ. അപ്പോൾ രണ്ടും ഒരേ പർപ്പസ് തന്നെയാണ്, പക്ഷേ ഇതാണ് ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ സെറ്റ് 1 ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. സെറ്റ് 1 ഡോട്ട് റിമൂവ് ഓഫ് ബനാന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ബനാനയാണ് റിമൂവ് ചെയ്ത് പോവുക. സോ ഇൻ എഫക്റ്റ് ഔട്ട്പുട്ട് ആപ്പിൾ, ചെറി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ പോപ്പ് എന്നുള്ള മെത്തേഡും അവൈലബിൾ ആണ്. So it is used to remove an item, but this method will remove the last item. അതായത് ആ സെറ്റിനകത്ത് അത് ഏതാണ് റിമൂവ് ആയി പോകുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം പല ടൈമിലും അത് പല ഓർഡറിലായിരിക്കും വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സെറ്റ്സ് ആർ അൺഓർഡേർഡ്, സോ യു വിൽ നോട്ട് നോ വാട്ട് ഐറ്റം ദാറ്റ് ഗെറ്റ്സ് റിമൂവ്ഡ്. ദ റിട്ടേൺ വാല്യൂ ഓഫ് പോപ്പ് മെത്തേഡ് ഈസ് ദി റിമൂവ്ഡ് ഐറ്റം. അതായത് ഈ പോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ റിമൂവ് ആയി പോകുന്നത് അതവിടെ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ സെറ്റ് 1 ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. എക്സ് ഈക്വൽ ടു സെറ്റ് 1 ഡോട്ട് പോപ്പ് ഓഫ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് എന്താണോ ഏത് ഐറ്റാണോ റിമൂവ് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ആ വാല്യൂ നിങ്ങൾക്ക് എക്സിനകത്തോട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് പ്രിന്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് എലമെന്റ് ആണ് റിമൂവ് ആയി പോയി എന്നുള്ളത്. അല്ലാണ്ട് നിങ്ങൾക്കത് ഏത് എലമെന്റ് ആണ് റിമൂവ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, കാരണം സെറ്റ് എന്നുള്ളത് അൺഓർഡേർഡ് ഐറ്റം ആണ്. സോ പ്രിന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഇതിന് പോപ്പ് ചെയ്ത് പോകുന്നത് അതായിരിക്കും അവിടെ എക്സിനകത്തോട്ട് വാല്യൂ ആയിട്ട് റിട്ടേൺ ടൈപ്പ് ആയിട്ട് വരിക. സോ ഇവിടെ ഈ ഒരു കേസിൽ ബനാനയാണ് റിമൂവ് ആയി പോയത്. ഇതുപോലെ തന്നെ ക്ലിയർ മെത്തേഡ് ഉണ്ട്. ദ ക്ലിയർ മെത്തേഡ് എംപ്റ്റീസ് ദ സെറ്റ്. നേരത്തെ നമ്മൾ ഡിക്ഷണറി പറഞ്ഞ പോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിനകത്തുള്ള കംപ്ലീറ്റ് എലമെന്റ് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ദ ഡിലീറ്റ് കീവേഡ് വിൽ ഡിലീറ്റ് ദ സെറ്റ് കംപ്ലീറ്റ്ലി. ഈ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ എന്നുള്ളത് ആ സെറ്റിനകത്തുള്ള കംപ്ലീറ്റ് എലമെന്റും റിമൂവ് ചെയ്ത് കളയും. പക്ഷെ ആക്ച്വലി ആ സെറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും, മെമ്മറിയിൽ സെറ്റ് ഉണ്ടായിരിക്കും, പക്ഷേ എം ടി ആയിരിക്കും എന്നുള്ളൂ. പക്ഷെ ഡിലീറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ set1 ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി set1 ഡോട്ട് ക്ലിയർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ set1നകത്തുള്ള കംപ്ലീറ്റ് എലമെന്റും ക്ലിയർ ചെയ്ത് കളയും. സോ ഫൈനലി നിങ്ങൾ ആ set1 പ്രിന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റ് അവിടെ അവൈലബിൾ ആണ്, പക്ഷേ എലമെന്റ് ഒന്നുമില്ല, ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് വരിക. ഓക്കെ, ഇനി ഡിലീറ്റിന്റെ കേസിൽ set1 ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി ഡിലീറ്റ് set1, അതായത് ഈ കംപ്ലീറ്റ് സെറ്റിനെയും മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് del ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സോ പ്രിന്റ് set1. ദിസ് വിൽ റേസ് ആൻ എറർ ബിക്കോസ് ദ സെറ്റ് നോ ലോങ്ങർ എക്സിസ്റ്റ്. അതായത് നമ്മൾ മെമ്മറിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, പിന്നെ അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു എറർ ആണ് അവിടെ ജനറേറ്റ് ആവുക. ഇനി സെറ്റിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്പറേഷൻ യൂണിയൻ ഓപ്പറേഷൻ. സാധാരണ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത് രണ്ട് സെറ്റ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. സോ യു ക്യാൻ യൂസ് ദ യൂണിയൻ മെത്തേഡ് ദാറ്റ് റിട്ടേൺസ് എ ന്യൂ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദ ഐറ്റംസ് ഫ്രം ബോത്ത് സെറ്റ്സ്. ഓക്കെ, ഓർ ദ അപ്ഡേറ്റ് മെത്തേഡ് ദാറ്റ് ഇൻസേർട്സ് ഓൾ ദ ഐറ്റംസ് ഫ്രം വൺ സെറ്റ് ടു അനദർ. നമ്മൾ നേരത്തെ അപ്ഡേറ്റ് മെത്തേഡ് പറഞ്ഞ പോലെ തന്നെ യൂണിയൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റിനകത്തുള്ള കംപ്ലീറ്റ് എലമെന്റ് എന്ത് ചെയ്യും, സെക്കൻഡ് സെറ്റിനകത്തോട്ട് അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ആവുകയാണ് ചെയ്യുക. So both union and update will exclude any duplicate items. സെറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിന് അതാണ്, അതായത് ഒരു സെറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ സെറ്റ് 1നകത്ത് കുറച്ച് എലമെന്റ് ഉണ്ട്, സെറ്റ് 2നകത്ത് വേറെ കുറച്ച് എലമെന്റ് ഉണ്ടെന്ന് വരിക. ഈ രണ്ട് സെറ്റ് തമ്മിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സെറ്റിനകത്തും വരുന്ന കോമൺ ആയിട്ടുള്ള എലമെന്റിനെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യുക. For example, set1 equal to ABC, set2 equal to 1, 2, 3, set3 equal to set1 dot union of set2. അതായത് സെറ്റ് 2നകത്തുള്ള കംപ്ലീറ്റ് എലമെന്റും സെറ്റ് 1നോട് കൂടെ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം. സോ ദ ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി 2BC31A. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ട്പുട്ട് ഓർഡേർഡ് അല്ല, ഡിസോർഡേർഡ് ആയിട്ടാണ് എലമെന്റ്സ് സെറ്റിനകത്ത് സ്റ്റോർ ചെയ്യുക. ഇതേപോലെ തന്നെ ഇന്റർസെക്ഷൻ അപ്ഡേറ്റ് ഉണ്ട്, ഇന്റർസെക്ഷൻ അപ്ഡേറ്റ് മെത്തേഡ്. So it will keep only the items that are present in both sets. അതായത് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ രണ്ട് സെറ്റിനകത്തും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളെ മാത്രം എന്ത് ചെയ്യും, എടുക്കും. അതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ. സോ എക്സ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി, വൈ ഈക്വൽ ടു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആപ്പിൾ. അപ്പോൾ ഈ ഒരു കേസിൽ എക്സിനും വൈയിലും കോമൺ ആയിട്ട് വരുന്നത് ആപ്പിൾ എന്നുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ എക്സ് ഡോട്ട് ഇന്റർസെക്ഷൻ അപ്ഡേറ്റ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനകത്ത് ആപ്പിൾ മാത്രമേ കയറി വരുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ അണ്ടർസ്കോർ അപ്ഡേറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഇന്റർസെക്ഷൻ എന്നുള്ള ഒരു മെത്തേഡ് അടുത്ത സ്ലൈഡിനകത്ത് പറയുന്നുണ്ട്. സോ ഇന്റർസെക്ഷൻ അണ്ടർസ്കോർ അപ്ഡേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് എക്സ് എന്നുള്ള സെറ്റിനോട് കൂടെ വൈ എന്നുള്ള സെറ്റിനകത്ത് ഉള്ള എലമെന്റിനെ അപ്ഡേറ്റ് ചെയ്യും. അതായത് കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും, എക്സിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി ഇന്റർസെക്ഷൻ എന്നുള്ള മെത്തേഡ് ചെയ്യുക, ഒരു വാല്യൂ പുതുതായിട്ട് വേറൊരു സെറ്റ് ഫോം ചെയ്യാണ് ചെയ്യുക. അതായത് ഈ ഒരു മെത്തേഡ് ഇറ്റ് വിൽ റിട്ടേൺ എ ന്യൂ സെറ്റ്. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി, വൈ ഈക്വൽ ടു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആപ്പിൾ. സോ സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഇന്റർസെക്ഷൻ ഓഫ് വൈ. ഇവിടെയും ആപ്പിൾ എന്നുള്ള എലമെന്റ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. ആ എലമെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു സെറ്റ് ഫോം ചെയ്യും. ആ സെറ്റാണ് സെഡ്. സോ ദിസ് ഓപ്പറേഷൻ വിൽ റിട്ടേൺ എ സെറ്റ്. ആ റിട്ടേൺ ചെയ്യുന്ന സെറ്റിനെ സെഡ് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതുപോലെ തന്നെ സിമ്മട്രിക് ഡിഫറൻസ് ഉണ്ട്, സിമ്മട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ്. ഇതെല്ലാം അണ്ടർസ്കോർ ഉണ്ട് ഇവിടെ. അതായത് ദിസ് മെത്തേഡ് വിൽ കീപ് ഓൺലി ദ എലമെന്റ് ദാറ്റ് ആർ നോട്ട് പ്രസന്റ് ഇൻ ബോത്ത് സെറ്റ്സ്. സിമ്മട്രിക് ഡിഫറൻസ് ആണ് എടുക്കുക. നേരത്തെ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, രണ്ട് സെറ്റിനകത്തു നിന്നും വരുന്ന എലമെന്റുകളെ ജോയിൻ ചെയ്യും, ദെൻ
അതിനകത്ത് റിപ്പീറ്റേഷൻ വരികയാണെങ്കിൽ ഒഴിവാക്കും. ഇന്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സെറ്റിനകത്തും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകൾ മാത്രം എന്ത് ചെയ്യും, എടുത്ത് ജോയിൻ ചെയ്യും. അതാണ് ഇന്റർസെക്ഷൻ. ഇനി സിമെട്രിക് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ only the elements that are not present in both sets. For example, x equal to apple, banana, cherry, y equal to Google, Microsoft, Apple. അപ്പോൾ ഇതിൽ സിമെട്രിക് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഗൂഗിൾ, ബനാന, മൈക്രോസോഫ്റ്റ്, ചെറി, ആപ്പിൾ എന്നുള്ളത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ്. സോ ഈ ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യും, അതിനെ റിമൂവ് ചെയ്യും. ഇതാണ് സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ്. ഇനി നേരത്തെ നമ്മൾ ഇന്റർസെക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും സിമെട്രിക് ഡിഫറൻസ് എന്നുള്ള മെത്തേഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ് ഓപ്പറേഷൻ എന്താണ് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ എന്താണോ ഏത് സെറ്റാണോ കൊടുക്കുന്നത് ആ സെറ്റിനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു കേസിൽ സിമെട്രിക് ഡിഫറൻസിൽ ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒരു പുതിയൊരു സെറ്റിനെ റിട്ടേൺ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു സെറ്റായിട്ട് തന്നെ വാല്യൂനെ കിട്ടും, z എന്നുള്ളൊരു സെറ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം ആണ്. അതായത് ഡിക്ഷണറി യൂസ് ചെയ്തിട്ട് ഡിക്ഷണറിയുടെ മേലെ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഓപ്പറേഷൻസും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ ആൻഡ് ഡിസ്പ്ലേ. ഇതൊരു മെനു ഡ്രിവൺ ആക്കിയിട്ട് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ സ്ക്രിപ്റ്റ് ടു കോൺകാറ്റിനേറ്റ് 3 ഡിക്ഷണറീസ്. അതായത് നമ്മുടെ കയ്യിൽ 3 ഡിക്ഷണറി ഉണ്ട്. ഈ 3 ഡിക്ഷണറിനെയും കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഡിക്ഷണറി ആക്കി മാറ്റണം. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യന് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം ആണ്. അതായത് ഡിക്ഷണറിയുടെ മേലെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ മെനു ഡ്രിവൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു മെനു ഡിസ്പ്ലേ ചെയ്യിക്കണം. അതായത് ഓപ്പറേഷൻസ് ആർ ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ ആൻഡ് ഡിസ്പ്ലേ. ഇപ്പോൾ യൂസർ എന്നൊരു ഓപ്ഷൻ റീഡ് ചെയ്യുക, ആ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ഡിക്ഷണറിനെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഡിക്ഷണറിയുടെ മേലോട്ടാണ് നമ്മൾ ഇൻസേർഷനും ഡിലീഷനും അപ്ഡേഷനും ഒക്കെ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എംപ്റ്റി ആയിട്ടുള്ള ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തഡാണിത്. ജസ്റ്റ് ഒരു കേളി ബ്രാക്കറ്റ്, എംപ്റ്റി ആയിട്ട് ഒരു കേളി ബ്രാക്കറ്റ് കൊടുത്താൽ മതി. നമുക്ക് ആ മെനു ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. ഫസ്റ്റ് ജസ്റ്റ് സ്ക്രീനിലൊന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫസ്റ്റ് യൂസർ ഓപ്ഷൻ 1 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർഷൻ എന്നുള്ള ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. യൂസർ ഓപ്ഷന് 2 ആണെങ്കിൽ ഡിലീഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ഇങ്ങനെ യൂസറെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. എന്നിട്ട് യൂസർ ഇടുന്ന ഓപ്ഷന് റീഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാനൊരു കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്ഡേഷൻ, ദെൻ ഡിസ്പ്ലേ. അഞ്ചാമതൊരു ഓപ്പറേഷൻ കൂടി കൊടുക്കുക നമുക്ക്. പ്രിന്റ്. യൂസർ ഓപ്ഷൻ 5 കൊടുക്കുന്നതെങ്കിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം, എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ, ആ മെനു അവിടെ ഡിസ്പ്ലേ ആയി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് യൂസർ ഇടുന്ന ഓപ്ഷൻ റീഡ് ചെയ്യണം. ഇതിൽ നിന്ന് യൂസർ ഏത് ഓപ്ഷനാണോ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. സോ OP ഈക്വൽ ടു, അതായത് ഓപ്ഷൻ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ചോയ്സ്. അപ്പം ഇനി ഈ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. ഇഫ് OP ഈക്വൽസ് 1 ആണെങ്കിൽ എന്താണ്, ഇൻസേർഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. സോ നമുക്ക് ഇൻസേർട്ട് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്, യൂസർ ഡിഫൈൻ ചെയ്തിരിക്കണം. അത് നമുക്ക് ടോപ്പിൽ പിന്നീട് ഡിഫൈൻ ചെയ്യാം. ആ ഓപ്ഷൻ അല്ലെങ്കിൽ, യൂസർ ഓപ്റ്റ് ചെയ്ത ഓപ്ഷന് 1 അല്ലെങ്കിൽ എന്താണ്, ഓപ്ഷൻ 2 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഡിലീഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഡിലീറ്റ് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. എലീഫ് OP ഈക്വൽസ് 3 ആണെങ്കിൽ നമുക്ക് അപ്ഡേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. സോ അപ്ഡേറ്റ് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. എലീഫ് OP ഈക്വൽസ് 4 ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആണ് ചെയ്യേണ്ടത്. സോ ഡിസ്പ്ലേ എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. എലീഫ് OP ഈക്വൽസ് 5 ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എക്സിറ്റ് എന്നുള്ളൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പൈത്തണിൽ അവൈലബിൾ ആണ്, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ, ഈ ഓപ്ഷൻ ഒന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാം. ഇൻവാലിഡ് ചോയ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ മെനു ഡിസ്പ്ലേ ചെയ്യും, എന്നിട്ട് യൂസറുടെ ഒരു ഓപ്ഷൻ റീഡ് ചെയ്യും. ഓപ്ഷൻ 1 ആണെങ്കിൽ ഇൻസേർട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. നമ്മൾ ആ ഇൻസേർട്ട് എന്നുള്ള ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് നമുക്ക് ടോപ്പിലൂടെ ഡിഫൈൻ ചെയ്യണം. സോ ഡിഫ്
ഇൻസേർട്ട് ഓഫ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡിഫ് ഡിലീറ്റ് ഓഫ്. അതിന് ഡെഫിനിഷൻ ആയിട്ടില്ല. ഇതേപോലെ തന്നെ ഡിഫ് അപ്ഡേറ്റ് ഓഫ്, ഡിഫ് ഡിസ്പ്ലേ ഓഫ്. ഓക്കെ, ഈ 4 ഓപ്പറേഷനാണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻസേർട്ടിനകത്ത് നിങ്ങൾക്ക് ഒരു ഡിക്ഷണറിക്കകത്ത് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് കീ പൊസിഷനിലാണ്, അല്ലെങ്കിൽ കീ എന്താണെന്നുള്ളത് ആദ്യം റീഡ് ചെയ്യണം. ആ കീ പോയിന്റിലാണ് നിങ്ങൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. യൂസറിന് എന്ത് ചെയ്യാം, കീ ഫസ്റ്റ് റീഡ് ചെയ്യാം. സോ ഇൻപുട്ട് ഓഫ് എൻ്റർ ദ കീ, എൻ്റർ ദ കീ. ദെൻ ആ കീ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂം എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. എൻ്റർ ദ വാല്യൂ. നമുക്ക് ആ ഡിക്ഷണറിക്കകത്തോട്ട് ആ കറസ്പോണ്ടിങ് പൊസിഷനിൽ, ആ കറസ്പോണ്ടിങ് കീ പൊസിഷനിലോട്ട് ആ വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യണം. ഇതാണ് ഇൻസേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഇപ്പം നമ്മളിവിടെ കീ റീഡ് ചെയ്തു, ദെൻ കറസ്പോണ്ടിങ് വാല്യൂ റീഡ് ചെയ്തു, ആ കീ പൊസിഷനിലോട്ട് കറസ്പോണ്ടിങ് വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്തു. ഇതാണ് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് ജസ്റ്റ് പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി, ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാം. ഇനി നമുക്ക് ഡിലീഷനാണ് പെർഫോം ചെയ്യാനുള്ളത്. ഡിലീഷൻ പെർഫോം ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ ആ കീ ഫസ്റ്റ് റീഡ് ചെയ്യണം. അതായത് ഏത് കീ എലമെന്റ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യണം, ഫസ്റ്റ് റീഡ് ചെയ്യണം. എൻ്റർ ദ കീ ടു ഡിലീറ്റ് എന്ന് കൊടുക്കാം. എൻ്റർ ദ കീ ടു ഡിലീറ്റ്. നമുക്കൊരു DEL എന്നുള്ളൊരു ഫംഗ്ഷന് ഡിക്ഷണറിയിൽ അവൈലബിൾ ആണ്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഡിക്ഷണറിയിലത്തെ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാം. സോ DEL D of K എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാം. ഇൻസേർട്ടിന് പകരം ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്നാക്കാം. ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. ഇതുപോലെ തന്നെ അപ്ഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് വേണം, നിങ്ങൾക്ക് ആ കീ ഫസ്റ്റ് റീഡ് ചെയ്യണം. കീയും റീഡ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്താണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അതായത് പുതിയ വാല്യൂ എന്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ആ വാല്യൂ V എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യാം. ഇനി അപ്ഡേറ്റ് ചെയ്യാനും ഇതുപോലെ ഇൻസേർട്ട് ആ പ്രൊസീജിയർ യൂസ് ചെയ്താൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്നുള്ള ഡിക്ഷണറിയിലുള്ള അപ്ഡേറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. കറസ്പോണ്ടിങ് കീ പോയിന്റിൽ ആ വാല്യൂവിനെ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സപ്പോസ് ആ കീ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പുതിയൊരു എലമെന്റിനെ അവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ആ കീ എന്നുള്ള വാല്യൂ അവിടെ അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ V എന്നുള്ള വാല്യൂ വെച്ചിട്ട് ആ പോയിന്റിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കും. ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ എലമെന്റും ഡിക്ഷണറിക്കകത്ത് നിന്ന് പ്രിന്റ് ചെയ്യിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർ ലൂപ്പ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. ഫോർ K in D. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്ഷണറിക്കകത്തുള്ള ഓരോ എലമെന്റ് എടുക്കും, അതിന്റെ കറസ്പോണ്ടിങ് കീ എടുക്കും, ആ കീനെ കേക്കകത്തോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഓരോ എലമെന്റിന്റെ കീ കേക്കകത്തോട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആ എലമെന്റിനെ പ്രിന്റ് ചെയ്യണം. സോ പ്രിന്റ് കീ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. കീ എന്നുള്ളത് K എന്നുള്ള വേരിയബിളിനകത്തുണ്ട്. അതോടുകൂടെ എന്ത് ചെയ്യണം, വാല്യൂ ആ സെയിം ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യിക്കാം. വാല്യൂ എന്ന് പറഞ്ഞിട്ട് D of K എന്ന് കൊടുത്താൽ മതി. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്തോളൂ. ഓക്കെ, ദെൻ നാലാമത്തെ ഓപ്ഷനാണ് ഡിസ്പ്ലേ. ദെൻ അഞ്ചാമത്തെ ഓപ്ഷന് എക്സിറ്റ് ആണ്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഡിക്ഷണറിയുടെ മേലുള്ള ഈ 4 ഓപ്പറേഷനും പെർഫോം ചെയ്തോളും. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ 1 ആണ് യൂസറിൽ നിന്ന് റീഡ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും, ഇൻസേർട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. ഇൻസേർട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് വാല്യൂ എല്ലാം ഇൻസേർട്ട് ചെയ്യും. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം നേരെ സ്റ്റോപ്പ് ആകും. നമുക്കിവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യേണ്ട, യൂസറുടെ നിന്ന് അടുത്ത ഓപ്ഷൻ കൂടി റീഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇൻസേർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എലമെന്റിനും കൂടി ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്ഷൻ 1 തന്നെ റീഡ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് യൂസറുടെ നിന്ന് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ സെയിം പ്രോഗ്രാമിനകത്ത് തന്നെ എക്സിറ്റ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാം എലമെന്റ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പെർഫോം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു വൈൽ ലൂപ്പ് കൊടുത്താൽ മതി. വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ എന്നുള്ള മീനിങ് ആണ്. നിങ്ങൾക്ക് ട്രൂവിന് പകരം എന്തെങ്കിലും പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂവും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ വൈൽ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. സോ വൈൽ ട്രൂ, ഇത്രയും കാര്യങ്ങൾ ആ ലൂപ്പിനുള്ളിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടാബ് സ്പേസ് കൊടുക്കുക. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ മെനു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസേർഷൻ നമുക്ക് പെർഫോം ചെയ്യാം. 1
നമുക്ക് കീ ആയിട്ട് 1 തന്നെ കൊടുക്കാം. അതായത് നിങ്ങൾക്ക് കീ ആയിട്ട് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം, 1 അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രിങ്ങോ എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് തൽക്കാലം കീ ഒരു ഇൻറ്റിജർ വാല്യൂനെ കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് 10 കൊടുക്കാം. അപ്പോൾ ഡിക്ഷണറിയിൽ ഒന്നാമത്തെ ഇൻഡെക്സിൽ, അതായത് കീ 1 ആയിട്ടുള്ള പൊസിഷനിൽ 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു എലമെന്റ് കൂടി ഇൻസേർട്ട് ചെയ്യാം. കീ 2 കൊടുക്കാം, കറസ്പോണ്ടിങ് വാല്യൂ 20 കൊടുക്കാം. ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. നാലാമത്തെ ഓപ്ഷനാണ് ഡിസ്പ്ലേ വരുന്നത്. ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കീ 1 10, കീ 2 20 ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമുക്ക് ഒരു എലമെന്റ് കൂടി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. കീ നമുക്ക് 3 കൊടുക്കാം, കറസ്പോണ്ടിങ് വാല്യൂ 30 കൊടുക്കാം. സോ ഇൻസേർട്ട് സക്സസ്ഫുള്ളി. നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. എലമെന്റ് ഇൻസേർട്ട് ആയോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സോ എലമെന്റ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ഡേഷൻ ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. അപ്ഡേഷന് മൂന്നാമത്തെ ഓപ്ഷനാണ് വരുന്നത്. സോ ഓപ്ഷൻ 3, എൻ്റർ ദ കീ ടു അപ്ഡേറ്റ്. അതായത് നമുക്ക് രണ്ടാമത്തെ എലമെന്റിനെ അപ്ഡേറ്റ് ചെയ്യാം. സോ 2 കൊടുത്ത് നോക്കാം. 2 കൊടുത്ത് നമുക്ക് പുതിയ വാല്യൂ 20ക്ക് പകരം 200 ആക്കി മാറ്റണം. സോ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നുണ്ട്. എൻ്റർ യുവർ ചോയ്സ്. നാലാമത്തെ ഓപ്ഷൻ കൊടുക്കാം. ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. അതവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിലീഷൻ പെർഫോം ചെയ്ത് നോക്കാം. ഡിലീഷൻ ഓപ്ഷൻ 2 ആണ്. എൻ്റർ ദ കീ ടു ഡിലീറ്റ്. നമുക്ക് ഈ രണ്ടാമത്തെ എലമെന്റിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡിലീറ്റ് ആയോ ഇല്ല എന്നുള്ളത് നോക്കാം. ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കീ 1ഉം കീ 3ഉം മാത്രമേ ഉള്ളൂ. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്താണ്? നാലാമത്തെ ഓപ്ഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഓൾറെഡി നമ്മൾ പെർഫോം ചെയ്തു. അഞ്ചാമത്തെ ഓപ്ഷന് എക്സിറ്റ് ആണ്. ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. ഓപ്ഷൻ 5 കൊടുത്തപ്പോൾ പ്രോഗ്രാം ഒന്ന് സ്റ്റോപ്പ് ആയി. കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ഇതാണ് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം. നമുക്ക് ചെയ്യാനുള്ള സെക്കൻഡ് ക്വസ്റ്റ്യന്, നമ്മുടെ കയ്യിൽ 3 ഡിക്ഷണറി ഉണ്ട്. ഈ 3 ഡിക്ഷണറിയും കൂടി മെർജ് ചെയ്തിട്ട് ഒരൊറ്റ ഡിക്ഷണറി ആക്കി മാറ്റണം. അതിൽ 3 ഡിക്ഷണറി കൂടി കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഡിക്ഷണറി ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ആ 3 ഡിക്ഷണറി ഒന്ന് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാം. D1 ഈക്വൽ ടു, തൽക്കാലം ഡിക്ഷണറിയിൽ 1 10 2 20, അതായത് D1 എന്നുള്ള ഡിക്ഷണറിയിൽ 2 എലമെന്റ് മതി. ഇതുപോലെ തന്നെ അടുത്ത ഡിക്ഷണറി ഒന്ന് ഡിഫൈൻ ചെയ്യാം. തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യാണ്. D1 D2 D3. ഇതിനകത്ത് നമുക്ക് 3 30 4 40, then D3കകത്ത് 5 50 6 60. ഇങ്ങനെ 3 ഡിക്ഷണറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ഈ 3 ഡിക്ഷണറി കൂടി മെർജ് ചെയ്തിട്ട് ഒരൊറ്റ ഡിക്ഷണറി ആക്കി മാറ്റണം. തൽക്കാലം നമുക്ക് D4 എന്നുള്ളൊരു എംപ്റ്റി ആയിട്ടുള്ള ഡിക്ഷണറിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇനി ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ 3 ഡിക്ഷണറിയും കൂടി എന്ത് ചെയ്യണം, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെർജ് ചെയ്തിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഡിക്ഷണറി ആക്കി മാറ്റാം. സോ ഫോർ ഡി ഇൻ ഒരു ടപ്പിൾ കൊടുക്കാം, അതായത് D1, D2, D3. അപ്പോൾ ഇവിടെ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ ഡിക്കകത്തോട്ട് D1 വരും, സെക്കൻഡ് ഐട്രേഷനിൽ ഡിക്കകത്തോട്ട് D2 വരും, തേർഡ് ഐട്രേഷനിൽ ഡിക്കകത്തോട്ട് D3 വരും. അപ്പോൾ അതിങ്ങനെ ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇറ്ററേറ്റ് ചെയ്യിക്കാം. അപ്പോൾ D4 ഈക്വൽ ടു, അല്ലെങ്കിൽ D4 ഡോട്ട് അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കോൺകാറ്റിനേറ്റ് ചെയ്യാം. സോ D4 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് ഡി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഐട്രേഷനിൽ D4ലോട്ട് എന്ത് ചെയ്യും, ഡി കയറി വരും. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഐട്രേഷനിൽ D1 ആണ്. സെക്കൻഡ് ഐട്രേഷനിൽ ഡിക്കകത്തോട്ട് D2 കയറി വരും, അതിനെ D4ൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യിക്കും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കിതൊന്ന് D4 പ്രിന്റ് ചെയ്യിക്കാം. സോ പ്രിന്റ് D4. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഇവിടെ ഇതെല്ലാം മെർജ് ചെയ്തിട്ട് ഒരൊറ്റ ഡിക്ഷണറി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 1 2 3 4 5 6. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അപ്ഡേറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫോർ ലൂപ്പിനുള്ളിൽ കോൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഐട്രേഷനിലും ഈ ഡിക്കകത്തോട്ട് D1 കയറി, D2 കയറി വരും, ദെൻ D3 കയറി വരും, ദെൻ അതിന് D4ൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യിക്കും. ഫൈനലി ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ ആ D4നെ പ്രിന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഡിക്ഷണറിയുടെയും അതുപോലെ സെറ്റിൻ്റെയും കൺസെപ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.
ഡിക്ഷണറിയുടെ കൺസെപ്റ്റ് പൈത്തൺ പ്രോഗ്രാമിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് പല ഏരിയയിലും പല ഡാറ്റ സയൻസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അനലിറ്റിക്കൽ പർപ്പസിലൊക്കെ ഡിക്ഷണറി യൂസ് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.